ദ്വാരകയിൽ പിന്നീട് ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദേഖോ ദ്വാരക എന്ന ഒരു പാക്കേജ് പരിപാടിക്ക് പോയി. ഡബിൾ ഡെക്കർ ബസ്സാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഒരു ഗ്രൗണ്ടിൽ എത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ 2 പേരേ ഉള്ളൂ ഇന്ന്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ആ യാത്ര ക്യാൻസൽ ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് പോകുവാൻ സാധിച്ചു. ബസ്സിൽ താഴെ ഉള്ള മേഖല AC-യും മുകളിലത്തെ ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്ന രീതിയിലുള്ളതുമാണ്. ഈ ടൈപ്പിലെ ഒരു ബസ് അടുത്ത സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആ ബസ്സിൽ ആദ്യമായിട്ട് പോയത് ശിവരാജ്പൂർ ബീച്ച് ആണ്. ഇവിടെ അഡ്വഞ്ചറസായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക്, റബ്ബർ കൊണ്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വലിയ വള്ളങ്ങൾ, ഗ്ലോബുകൾ, അതേപോലെ തന്നെ കടലിൻ്റെ അടിയിൽ മുങ്ങി കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു ബീച്ചായിരുന്നു അത്. അവിടെ ഞങ്ങൾ അല്പസമയം ചെലവഴിച്ചു. ഞങ്ങൾ ഏതായാലും അങ്ങനെ അഡ്വഞ്ചറസ് പരിപാടികൾക്കൊന്നും തന്നെ പോകുവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. നാഗേശ്വർ ജ്യോതിർലിംഗ എന്ന ഒരു ക്ഷേത്രം. അവിടെ ഭഗവാൻ ശിവൻ്റെ ഒരു വലിയ പ്രതിമ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ ധാരാളം ഭക്തജനങ്ങളുണ്ട്. അവർക്ക് നെറ്റിയിൽ ചന്ദനവും അതേപോലെ തന്നെ സിന്ദൂരവും എല്ലാം കൂടി തൊടിയിക്കുന്നതിന് വേണ്ടിയും ഓം എന്ന അടയാളത്തിൽ പൊട്ടു തൊടിയിക്കുന്ന രംഗങ്ങളും ഒക്കെ തന്നെ കാണുവാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വഴിപാട് സാധനങ്ങളും അതുപോലെ തന്നെ മാല, വള, ഫോട്ടോകൾ ഇവയൊക്കെ തന്നെ വിൽക്കുന്ന വലിയൊരു മേഖലയും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഈ യാത്ര പോകുന്ന വഴിയിലൊക്കെ തന്നെ വീടുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ചില വീടുകൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു വലിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ളൊരു പ്രദേശമാണ്. അമേസിംഗ് ഫൺ വേൾഡ് എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അത് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഫോട്ടോകളും പല രീതിയിലുള്ള രൂപങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടുള്ള ഒരു പാർക്കായിരുന്നു അത്.